ചെന്നായ്ക്കളുടെ ശബ്ദങ്ങൾ ഒച്ചത്തിലായി. വരൂ, ഇനി ഇവിടെ നിൽക്കണ്ട. നോക്ക്, ചർച്ചിനോട് ചേർന്നുള്ള വീട്ടിൽ വെളിച്ചം. ആ, അവിടുത്തെ ഫാദറിൻ്റേതാകും. മാർലോ മുന്നോട്ട് നീങ്ങി. ആരാണ് ഈ രാത്രിയിൽ? ഫാദർ, ഞാൻ പോലീസ് ഓഫീസർ മാർലോ. എനിക്ക് അങ്ങയുടെ സഹായം വേണം. വരൂ ഓഫീസർ, പുറത്ത് തണുപ്പുണ്ടാകും, അകത്തേക്ക് വരൂ. താങ്ക് യു. ദോ, ഈ ചായ നിങ്ങളുടെ ക്ഷീണമകറ്റും. വളരെ സന്തോഷം ഫാദർ. അന്ന് രാത്രി നടന്ന സംഭവങ്ങൾ മാർലോ വളരെ ചുരുക്കി വിവരിച്ചു. ഇതാണ് സംഭവിച്ചത്. ഇതൊരു കെട്ടുകഥ പോലെ തോന്നുന്നു. അവിശ്വസനീയം. അവിശ്വസനീയമാണ്, പക്ഷേ എല്ലാം നടന്നത് തന്നെ. ഫാദർ, നമുക്ക് സാറയുടെ കല്ലറ ഒന്ന് തുറന്ന് പരിശോധിക്കണം. അത് വേണോ? ഇത് മറ്റാരെങ്കിലും നിങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചതാണെങ്കിലോ? അതെ ഫാദർ, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനാണ് ഈ പരിശോധന. എനിക്കതിന് വഴിയുണ്ടാക്കാൻ ഇപ്പോൾ കഴിയുമെന്ന് തോന്നുന്നില്ല. കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഫാദർ, ഇക്കാര്യം കൂടുതൽ നീട്ടിവെക്കരുത്. ശരി ഓഫീസർ. മഴയോ? എൻ്റെ ദൈവമേ, എന്താണ് ഈ കാണുന്നത്? ഓ, മിസ്റ്റർ മാർലോ, ഒന്നിങ്ങോട്ട് വരൂ. എന്താണ് ഈ കാണുന്നത്? എന്താണ് ഫാദർ? എന്താണ് ഇവിടെ? അതാ, ആരാണത്? ആ കല്ലറകൾക്കിടയിൽ നോക്കൂ, അത് കണ്ടിട്ട് മരിച്ച സാറയെ പോലെ ഉണ്ടല്ലോ. ഫാദർ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴെന്തു പറയുന്നു? അത് സാറയാണെന്ന് എനിക്ക് ഉറപ്പില്ല. മഴയും ഇരുട്ടുമുണ്ടല്ലോ. ഫാദർ, താങ്കൾക്ക് ധൈര്യമുണ്ടോ? നമുക്ക് അവിടം വരെ പോകാം. ഓഫീസർ, ഈ നശിച്ച രാത്രിയിൽ ഏതായാലും അവിടെ പോകുന്നത് ശരിയല്ല. നമുക്ക് രാവിലെ അവിടെ ചെന്ന് പരിശോധിക്കാം. ഫാദർ, അത് പൈശാചിക ശക്തികളല്ലെങ്കിൽ താങ്കൾ എന്തിനു ഭയക്കുന്നു? മാർലോ, നിങ്ങൾ എന്നെ കുഴപ്പത്തിലാക്കരുത്. ദൈവത്തെ ഓർത്ത് ഈ രാത്രിയിൽ നമ്മൾ പുറത്തിറങ്ങരുത്. ശരി, പക്ഷേ നാളെ രാവിലെ ആ കല്ലറ തുറക്കാമെന്ന് എനിക്ക് ഉറപ്പു തരൂ. ശരി, രാവിലെ നമുക്ക് കല്ലറ തുറക്കാം. സാറ എവിടെ? കണ്ടില്ലേ, ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് മറഞ്ഞിരിക്കാൻ